അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു മഴ കിട്ടിട്ടോ. മഴ കിട്ടി നമ്മളെ പടവലങ്ങ കണ്ടില്ലേ, നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. അവിടെയൊക്കെ നിറയെ പടവലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ആ സൈഡിലും ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ പടവലം പിന്നെ കിടക്കുന്നുണ്ട് കേട്ടോ, കായ്ച്ച് കിടക്കുന്നുണ്ട്. നമ്മളെ പടവലത്തിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. വേണ്ടില്ല അവിടെയൊക്കെ ഇങ്ങനെ പടന്നൊരു 3 മീറ്റർ വീതി, ഒരു 7 മീറ്റർ നീളമുള്ളൊരു പന്തലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വലിയ പന്തലാണ്. അങ്ങനെ അപ്പോൾ ഒരു 4 മരട് ഇതാണുള്ളത്, പടവലാണുള്ളത്. അതിൽ നമ്മൾ കോവയ്ക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. കോവക്ക 2 വള്ളിയാണ് കോവക്ക ഉള്ളത്. ഈ പടവലത്തിന് വലിയൊരു കാലാവധി ഉണ്ടാവില്ലല്ലോ. ഒരു 1.5 മാസം 2 മാസം കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇത് വളർച്ച നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മളെ കോവക്ക അതിന് നല്ല ഉഷാറായിട്ട് ഉണ്ടായിക്കോളൂ കേട്ടോ. അതിനാണ് നമ്മൾ കോവക്ക ചെയ്തത്. നല്ല ബലത്തിൽ തന്നെയാണ് നമ്മൾ ഈ പന്തലിട്ടിട്ടുള്ളത് കേട്ടോ. നല്ല മുളയും അതിനുള്ള കുറുകളുള്ള ഇതൊക്കെ കവുങ്ങിൻ്റെതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ദിവസം കാലം നിൽക്കും. അതിന് കോവക്ക നമുക്ക് കാലാരണമല്ലല്ലോ, ഒരുപാട് വർഷങ്ങളോളം നിൽക്കണതുകൊണ്ട് അതിനുള്ള ബലത്തിന് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വഴുതനങ്ങ, അതുപോലെ തന്നെ പയറൊക്കെ ഇങ്ങനെ നല്ല കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാം പയർ കായ്ച്ചിട്ടുണ്ട്, വേണ്ടില്ലേ. ഇതിനൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പയറാണ്. ഇങ്ങനെ നിറയെ പയറുകളുണ്ട്. ഇങ്ങനെ നാരായിട്ട് ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ പയറാണ് കേട്ടോ. അതുമാതിരി വഴുതനങ്ങ ഉണ്ട്. പിന്നെ ഇന്ന് രാവിലെ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ നല്ലൊരു മഴ കിട്ടിയിട്ട് നമ്മളെ ഈ പച്ചക്കറി, വെണ്ടക്ക അങ്ങനത്തതൊക്കെ നല്ല ഉഷാറിൽ വളർന്നിട്ടുണ്ട്. നല്ലൊരു തെളിച്ചം വന്നിട്ടുണ്ട്. മറ്റേ ഈ നേരത്തെ വെയിലിങ്ങോട്ട് അടിക്കുമ്പോൾ തന്നെ അതിങ്ങോട്ട് ഒരു തളർന്ന മാതിരി ഒരു ആവലാണ്. ഇലൊക്കെ തൂങ്ങിയിട്ട് നമുക്ക് കാണാനും ഒരു ഇതുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഒരു മഴ, നല്ലൊരു ചാറ്റൽ മഴ കിട്ടിട്ടോ. ഒരു 1.5 മണിക്കൂറോളം ആ മഴ നിൽക്കാതെ ഇങ്ങനെ ചാറി പെയ്തുകൊണ്ടിരുന്നു. ചാറ്റൽ മഴയ്ക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ഭൂമിക്ക് ഇറങ്ങി എപ്പോഴും നനവ് ഒരുപാട് നിലനിൽക്കും കേട്ടോ. ആ ചാറ്റൽ മഴൻ്റെ ഒരു ഗുണം അതാണ്. നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് ആ ചാറ്റൽ മഴ ഒരു പുതിലിങ്ങനെ നിലനിൽക്കും. എന്തുകൊണ്ടും വലിയ മഴ സ്പീഡിൽ പെയ്യുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ ചാറ്റൽ മഴയാണ് കേട്ടോ. അതിലതൊക്കെ നല്ല ഉഷാറിൽ നമ്മളെ വെണ്ടക്ക ഇതിന്മേൽ പൂവുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെണ്ടക്കിൻ്റെ പൂവിനെ ഉണ്ടോ, നിറച്ച് ഉറുമ്പുകൾ വരുന്നുണ്ട് കേട്ടോ. കേട്ടില്ല, ഇതിന്മേലൊക്കെ ഉറുമ്പാണ്. ഇതിൻ്റെ ഈ മൊട്ടുമ്മ നിറയെ ഉറുമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പുകയില കഷായം എന്ന് പറയും, അത് ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് പുകയില വാങ്ങി ഒരു 10 റുപ്യക്ക് വാങ്ങി, കുറച്ച് മതി, ഒരു 2-3 ലിറ്റർക്ക്. അപ്പോൾ പുകയില കിട്ടിയില്ലെങ്കിൽ സിഗരറ്റും ബീഡിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കുറ്റികളായാലും മതി കേട്ടോ. അതിൻ്റെ വലിച്ചിട്ടത് അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊരു 10-20 കുറ്റി വലിച്ചിട്ട് വെള്ളത്തിലിടുക. അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ തെളി എടുത്തിട്ട് നല്ല അരിച്ചിട്ട് നമ്മൾ സോപ്പ്, ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ സാധാ സോപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചാലും മതി, അത് കുറച്ചെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഒരു 2 സ്പൂണ്, ഒരു 3 ലിറ്റർ വെള്ളത്തിൽ ഒരു 2-3 സ്പൂണ് എണ്ണ, ഏതെങ്കിലും ഒരു എണ്ണ ആയാൽ മതി കേട്ടോ. ഇത് ഈ വേപ്പെണ്ണ ആണെങ്കിൽ അത്രയും നല്ലതാണ്. വേപ്പെണ്ണ ഉണ്ടെങ്കിൽ ഏതെണ്ണായാലും കുഴപ്പമില്ല. എന്നിട്ട് അത് നല്ലതുകൊണ്ട് ഈ എണ്ണ നമ്മളിതിൽ സോപ്പ് ഉണ്ടായെങ്കിലേ ഇതിൽ ലയിച്ച് ചേരുള്ളൂ. എന്നിട്ട് അത് ഇളക്കുമ്പോൾ നല്ല വെള്ള നിറാവും. അത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒട്ടുമിക്ക കീടങ്ങളും അതിൽ നശിച്ച് പോകും. ഇങ്ങനെ ഈ ഉറുമ്പ് കയറിയിട്ട് ഈ വെണ്ടയ്ക്കൻ്റെ പൂവിന് ഓട്ട കുത്തുന്നതും അത് നശിച്ച് പോകാതിരിക്കാനൊക്കെ നമുക്ക് ഈ പുകയില കഷായം നല്ലൊരു നാശിനിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ കീടനാശിനി എക്കാലക്സ് അങ്ങനത്തെ കീടനാശിനിയൊക്കെ ഉള്ള വീര്യം കൂടെ അതേമാതിരി തന്നെ നമുക്കത് ഗുണം ചെയ്യും കേട്ടോ. നല്ല ഒരു
ഇതാണ് ഈ പുകയില കഷായം എന്ന് പറഞ്ഞ ഈ കീടനാശിനി ഉണ്ടാക്കുന്നത്. നമുക്ക് സൈഡ് എഫക്റ്റോ പിന്നെ നമുക്കും ഉണ്ടാവില്ല, ചെടികൾക്കൊന്നും പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളിയൊക്കെ ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ലിക്വിഡ് സോപ്പ് അതുപോലെ തന്നെ അതിൽ പിന്നെ ഈ ഇതൊഴിക്കുക, എണ്ണയും ഒഴിച്ചിട്ട് ചെയ്യേണ്ട എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മൾ പിന്നെ മഴ പെയ്തപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു ചട്ടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. വലിയൊരു ചട്ടിയാണിത്. പിന്നെ ഒരു 10-20 കിലോ പിന്നെ മണ്ണൊക്കെ കൊള്ളണ അങ്ങനത്തെ പിന്നെ ഒരു അരച്ചാക്ക് സിമെൻറ്റ് ചാക്കിൽ ഒരു അരച്ചാക്ക് മണ്ണ് ഇതിൽ കൊള്ളും കേട്ടോ. വലിയ ചട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. ചെടികളെ പറ്റി എന്ത് സംശയം, ചെടികളും പച്ചക്കറികളെ കുറിച്ചും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള മറുപടി എനിക്കറിയണത് ഞാൻ പറഞ്ഞു തരും. അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ നമ്മളെ അടുത്ത് ഒരുപാട് നമ്മളെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അതിനുള്ള മറുപടി ഞാൻ തരും കേട്ടോ. നിങ്ങൾക്ക് ഈ ചെടീനെ പറ്റി എന്തെങ്കിലും ടിപ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നോടായിട്ട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്കും അതൊരു വലിയൊരു ഉപകാരമാവും, എന്നെ കാണുന്ന ആൾക്കാർക്ക് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ CC പ്ലാന്റ് ഇതൊക്കെ ഞാൻ ഇന്നലെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തും അല്ലാതെ കാണിക്കുന്നത്, നമ്മളെ വീടിൻ്റെ എല്ലാ ഭാഗത്തും ചെടികൾ ആയിട്ടുണ്ട്. കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ചെടികൾ ഇല്ലാകാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ മാസം ഇങ്ങനെ അതിന് പിന്നെ ഒരു 10 ചട്ടിയിൽ നിന്നുള്ള തോതിൽ നമ്മൾ ചെടികൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടീൻ്റെ വിശേഷം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നിങ്ങളെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി പുതിയ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിവിടെ ഈ പുല്ലിന് വളം ചെയ്തിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു തൂണിൻ്റെ ഇവിടെ ഒന്നും വളം ചെയ്തിട്ടില്ല. ഈ ഭാഗത്താണ് നമ്മൾ വളം ഇട്ടത് കേട്ടോ. അതിപ്പോൾ ഒരു 5-6 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്. നല്ല പച്ചപ്പായിട്ട് പുല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കുറച്ച് വളം ഇട്ടത് കേട്ടോ. അങ്ങനെ ആ വളം ഇട്ടപ്പോൾ അത് പിന്നെ നല്ല പച്ചപ്പ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള കള ഒന്ന് പറിക്കണം, അത്രയുള്ള പണികളേ ഉള്ളൂ ഇവിടെ. ഇതിൽ നിറയെ കളകളുണ്ട് കേട്ടോ. ഈ വളമൊക്കെ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കളകളൊക്കെ പിന്നെ നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് പറിക്കാനൊരു സുഖമാവും കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊരു വാഗയാണ് കേട്ടോ. ഇത് വലിയൊരു വാഗമരം നമ്മളടുത്ത് ഉണ്ടായിരുന്നു, നമ്മൾ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തൈ നമ്മളിവിടെ കുഴിച്ചിട്ടിട്ട് ഇതുണ്ടാവുന്നുണ്ട്, പൂവുണ്ടായി. ഇതാണ് നമ്മൾ വാഗ മുറിച്ചത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ശല്യമായിട്ട് ഈ ചുമരിനും പ്രശ്നം. അപ്പോൾ ഇങ്ങനെ വളർന്ന് വലുതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉണക്കി കളയുക ചെയ്തത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ചെടികളൊക്കെ മഴ കൊണ്ട് ഇങ്ങനെ നനഞ്ഞിട്ട് ചെടിച്ചട്ടിയിലൊക്കെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് ഇങ്ങനെ പറിച്ചിങ്ങനെ ചുറ്റെത്താനാവണുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ പറിച്ച് വരികയാണ് ചെയ്യാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മഴ ഇങ്ങനെ മഴ ഒരു ചാറലുണ്ട്. ഈ ചാറ്റൽ മഴ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഈ ജലദോഷം പിടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാനിന്ന് രാവിലെ ഇന്നലെ രാവിലെ ഒരു വീഡിയോ മഴത്താണ് പിടിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇന്ന് രാവിലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതുമഴയൊക്കെ നമ്മൾ അധികം കൊള്ളാതിരിക്കുക. പുതുമഴയ്ക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം പിടിക്കും. അത് കണ്ടില്ല, ഇവിടെ ഈ ആമ്പലിങ്ങനെ വിരിയാണ് കേട്ടോ. നമ്മൾ ഈ നെറ്റ് ഇങ്ങനെ പൊക്കുമ്പോൾ ഇപ്പോൾ വിരി കേട്ടോ. അത് കണ്ടില്ല, കണ്ടോ, അത് വിരിഞ്ഞില്ലേ, അവിടെ അതും വിരിഞ്ഞു. ഈ ആമ്പലിന് നമ്മൾ ഈ നെറ്റിൽ കുടുങ്ങിയിട്ടേ അതിൻ്റെ ആ സ്വാഭാവിക വളർച്ച അതിന് കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെ ആ നെറ്റിൽ കുടുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. നെറ്റില്ലെങ്കിൽ ഇതിലുള്ള മീനൊക്കെ ഈ കൊക്കുകൾ പിടിച്ചു പോകും കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് നെറ്റ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ റെഡ് പ്ലാന്റ് കണ്ടില്ലേ, റെഡ് പ്ലാന്റ് ഇതിൻ്റെ ചുറ്റുപാടും നമ്മളിങ്ങനെ നട്ടിട്ട് അപ്പോൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇടയിൽ ഇങ്ങനെ നടണമുണ്ട്. ഇതുപോലെ തന്നെ നല്ല പുല്ല് ഉണ്ടാവുന്നുണ്ട്. കള എന്ന് പറഞ്ഞാൽ ഇത് കള പറിച്ചാണ് നമ്മൾ ആകാണ്ട് ഇതിനെ നട്ടം തിരിയുക. കള പറിച്ച് അത് പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വിധത്തിൽ കള ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മൾ പറിച്ചുകൊണ്ടിരിക്കണം. പറിച്ചില്ലെങ്കിലുള്ള അവസ്ഥ ഇതാണ്. കണ്ടില്ല, ഇവിടെ കണ്ടില്ല, നിറയെ പിന്നെ ഇത് കളകളാണ്. നമുക്കിവിടെ ഈ ഇതിൻ്റെ അങ്ങനത്തെ ഒരു തൂണ് ഈ ഭാഗത്ത് കൊടുക്കണം കേട്ടോ. ഒരു 3 മീറ്റർ 3.5 മീറ്റർ വലുപ്പമുള്ളൊരു പുതിയൊരു വള്ളിച്ചെടി കിട്ടിയിട്ടുണ്ട്. അത് ചെടി ഇങ്ങനെ പടർന്ന് ഒരുപാട് വലുതാകുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയൊരു പൈപ്പ് കൊടുന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാട്ടേണ്ട കുഴിച്ചിടേണ്ട പിന്നെ അതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അല്ലാതെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അല്ലാതെ ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയാനുള്ളത്, റിക്വസ്റ്റായിട്ട് പറയാനുള്ളത്, ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.